ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിൽ പ്രിയരെ, ഫെബ്രുവരി 16 മുതൽ വിശുദ്ധ വലിയ നോമ്പിലേക്ക് നാം പ്രവേശിക്കുകയാണല്ലോ. വിശുദ്ധമായ വലിയ നോമ്പ് എന്നത് നമ്മുടെ ആത്മാവിനെ അടിമത്തങ്ങളിൽ നിന്ന് മോചിപ്പിക്കാനുള്ള കാലഘട്ടമാണ്. പഴയ നിയമത്തിൽ ഇസ്രായേൽ മക്കൾ മിസ്രൈമിലെ അടിമത്തത്തിൽ നിന്ന് കനാനിലേക്ക് യാത്ര ചെയ്തതുപോലെ നാം ഇന്ന് സൈബർ ലോകത്തിൻ്റെ ഡിജിറ്റൽ അടിമത്തത്തിൽ നിന്ന് ആത്മീയ സ്വാതന്ത്ര്യത്തിലേക്ക് യാത്ര ചെയ്യേണ്ടിയിരിക്കുന്നു. ഇന്നത്തെ യുവതലമുറയും മുതിർന്നവരും നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഫോമോ എന്നറിയപ്പെടുന്ന ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട്, അഥവാ ലോകത്തിൽ നടക്കുന്ന കാര്യങ്ങൾ അപ്പോൾ അറിഞ്ഞില്ലെങ്കിൽ താൻ പുറന്തള്ളപ്പെടുമോ എന്ന ഭയമാണ്. എന്നാൽ വിശുദ്ധ പൗലോസ്ലീഹ റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറയുന്നു, ഈ ലോകത്തിന് അനുരൂപരാകാതെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. സോഷ്യൽ മീഡിയയിലെ ലൈക്കുകളും കമൻറ്റുകളും നമ്മുടെ ആത്മവിശ്വാസത്തെ നിശ്ചയിക്കുമ്പോൾ നാം അറിയാതെ തന്നെ ലൗകിക അംഗീകാരങ്ങളുടെ അടിമകളാകുന്നു. നോമ്പ് എന്നത് ഈ ലൗകിക അംഗീകാരങ്ങളിൽ നിന്നു മാറി ദൈവത്തിൻ്റെ അംഗീകാരം തേടുന്ന സമയമാണ്. നമ്മുടെ സഭാപിതാവായ വിശുദ്ധ മാർ അപ്രയം പഠിപ്പിക്കുന്നത്, ഉപവാസം എന്നത് നിന്റെ വായ്ക്ക് മാത്രമല്ല, നിന്റെ കണ്ണുകൾക്കും കാതുകൾക്കും നൽകേണ്ട ഒന്നാണെന്നാണ്. നാം സ്ക്രീനുകളിലൂടെ കാണുന്ന കാര്യങ്ങൾ നമ്മുടെ ചിന്തകളെ മലിനമാക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കണം. അതേപോലെ വിശുദ്ധ ഗ്രിഗോറിയോസ് നസിയാൻസാൻ പറയുന്നിരിക്കുന്നത്, ദൈവത്തെ ഓർക്കുന്നതിനേക്കാൾ അധികമായി നാം മറ്റൊന്നിനെക്കുറിച്ചും ചിന്തിക്കരുത്. എന്നാൽ ഇന്ന് നാം ദൈവത്തെ ഓർക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം റീൽസുകളും വീഡിയോകളും കാണാൻ ചിലവഴിക്കുന്നു. ഈ നോമ്പ് കാലത്ത് സ്ക്രീനിലെ നീല വെളിച്ചത്തേക്കാൾ ഉപരിയായി ക്രിസ്തുവാകുന്ന ലോകത്തിൻ്റെ വെളിച്ചത്തെ നോക്കാൻ നമുക്ക് സാധിക്കണം. ഇപ്രകാരമുള്ള സാഹചര്യത്തിൽ ഇതിൽ നിന്ന് മോചനം നേടുവാൻ പ്രായോഗികമായ ആത്മീയ മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. ആദ്യമായി, അൽഗോരിതമല്ല, പ്രാർത്ഥനയാകട്ടെ വഴികാട്ടി. സോഷ്യൽ മീഡിയയിലെ അൽഗോരിതം നിങ്ങളെ എന്ത് കാണണമെന്ന് തീരുമാനിക്കുന്നതിന് പകരം സഭയുടെ നമസ്കാരക്രമങ്ങൾ നിങ്ങളുടെ സമയത്തെ ക്രമീകരിക്കട്ടെ. രണ്ടാമതായി, ഡിജിറ്റൽ കർത്തൃത്വം. ഓരോ തവണ ഫോൺ എടുക്കുമ്പോഴും ഒരു നിമിഷം കുരിശു വരയ്ക്കുകയോ കർത്താവെ എന്നോട് കരുണ ചെയ്യണമേ എന്ന് ചൊല്ലുകയോ ചെയ്യുക. ഇത് ഒരു ഡിജിറ്റൽ ബ്രേക്ക് നൽകും. മൂന്നാമതായി, സെൽഫിയിൽ നിന്ന് സഹോദരനിലേക്ക്. സൈബർ ലോകം പലപ്പോഴും സ്വയം കേന്ദ്രീകൃതമാണ്. ഈ നോമ്പ് കാലത്ത് ഫോണിലെ ലോകം ഉപേക്ഷിച്ച് അരികിലുള്ള ദരിദ്രരിലേക്കോ രോഗികളിലേക്കോ ഇറങ്ങിച്ചെല്ലുക. അതാണ് യഥാർത്ഥ ഉപവാസമെന്ന് യെശയ്യാ പ്രവാചകൻ 58-ാം അധ്യായത്തിൽ ഓർമ്മിപ്പിക്കുന്നു. സക്കായി കർത്താവിനെ കാണാനായി കാട്ടത്തിമരത്തിൽ കയറിയ കഥ നമുക്കറിയാം. അവൻ ജനക്കൂട്ടത്തിന് നടുവിൽ നിന്ന് മാറി ഒറ്റയ്ക്ക് നിന്നപ്പോഴാണ് കർത്താവ് അവനെ വിളിച്ചത്. സൈബർ ലോകത്തെ വലിയ ജനക്കൂട്ടത്തിൽ നിന്ന് മാറി നിൽക്കാൻ തയ്യാറായാൽ മാത്രമേ കർത്താവ് നമ്മുടെ ഹൃദയമാകുന്ന വീട്ടിലേക്ക് വരികയുള്ളൂ. ആത്മാവ് പ്രബലമാണ്, ജഡമോ ബലഹീനമത്രേ. സ്ക്രീനുകളിലെ മായാക്കാഴ്ചകളെ വെടിഞ്ഞ് നോമ്പിലൂടെയും പ്രാർത്ഥനയിലൂടെയും ആത്മീയ ബലം നേടാം. ഈ വലിയ നോമ്പ് നമ്മുടെ ജീവിതത്തെ പുതുക്കി പണിയുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ നോമ്പുകാലം നമ്മുടെ ഡിജിറ്റൽ ബന്ധങ്ങൾ കുറയ്ക്കുവാനും ദൈവവുമായുള്ള ബന്ധം വർദ്ധിപ്പിക്കുവാനും സഹായിക്കട്ടെ. ഏവർക്കും നല്ലൊരു നോമ്പുകാലം ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ. ദൈവത്തിന് സ്തുതി.